നമ്മുടെ പോളോ വന്നു കഴിഞ്ഞത് ഈ രണ്ട് ചേട്ടന്മാർക്ക് അധികം പണിയൊന്നുമില്ല. ഇവർ ചുമ്മാ ഷെൽഫിൽ കയറി കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പൊടിയൊക്കെ പിടിച്ച്. അപ്പോൾ ഇവരെ രണ്ടുപേരെ കൊണ്ട് ഇറങ്ങാതെ വിചാരിച്ച് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി എവിടെയെങ്കിലും വെയിലില്ലാത്തൊരു സ്ഥലത്ത് നോക്കി കുറച്ച് നേരം ഓടിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച്. അത്യാവശ്യം തണലും ഉണ്ട്, എന്നാൽ ചെറിയൊരു രീതിക്കുള്ളൊരു ഓഫ് റോഡും ഉണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയും കൊണ്ട് ചെറിയൊരു ഓഫ് റോഡ് പരിപാടിക്ക് ഇറങ്ങി. വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടുപേരും പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ കുറച്ചുകൂടെ അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻഡർ ആണ്. കാരണം അവൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആർട്ടിക്കുലേഷനൊക്കെ ഉണ്ട്. വില്ലീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്ലേറ്റ് ആണ്. പ്ലേറ്റ് ലീവ് സ്പ്രിങ് ആണ്. അപ്പോഴത്തേനും ആശാൻ കുറച്ച് ഹാർഡാണ്. മറ്റേ ഡിഫൻഡർ പോലെ അത്രയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് ഇല്ല ആശാന്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ നമ്മുടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഡിഫൻഡറിൻ്റെ വരവ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ആടി കുലുങ്ങി കണ്ടോ, അതിൻ്റെ ആ ഒരു സസ്പെൻഷൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. വില്ലീസ് എന്ന് പറഞ്ഞാൽ ചടപടാന്നും പറഞ്ഞ് കയറി ഇറങ്ങി ചാടി അങ്ങ് പോകുന്ന ഒരാളാണ്. പുള്ളിക്ക് വലിയ മയമില്ല, ഒന്നിനും വലിയ മയമൊന്നുമില്ല. കയറി ഇറങ്ങി അങ്ങ് ചെല്ലുക എന്നുള്ളതുള്ളൂ. അത്യാവശ്യം പാറയൊക്കെയാണ്, പക്ഷെ വലിയ കുഴപ്പമില്ലാതെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ വില്ലീസിനാണെങ്കിൽ ഡ്രാഗ് ബ്രേക്ക് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഇറക്കമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ അങ്ങ് വിട്ടടിച്ച് പോകത്തുള്ളൂ. ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ബ്രേക്ക് ഉള്ള കാരണം ഒരു ഇറക്കത്തിൽ വന്ന് ഇങ്ങനെ കുത്തി നിന്നെന്ന് പറഞ്ഞാൽ അവിടെ നിന്നോളും, ഫ്രണ്ടിലോട്ട് ഉരുണ്ട് പോകത്തില്ല. പിന്നെ നമ്മുടെ ഡിഫൻഡറിൻ്റെ പെയിൻ്റൊക്കെ മാറ്റിയായിരുന്നു. വേറെ പുതിയ അപ്ഡേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ വില്ലീസിൻ്റെ ഷോക്ക് അബ്സർ, അതായത് ലീ സ്പ്രിങ് ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും പരിപാടിയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടുത്ത പോകുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം വീഡിയോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്.